ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 14 349 ദിവസത്തിലെത്തി. ഇനി 18 ദിനങ്ങൾ കൂടിയാണ് ഈ ആണ്ട് അവസാനിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും സമയത്തിൻ്റെ സഞ്ചിയിൽ അവശേഷിക്കുന്നത്. ദൈവം പോലും തൻ്റെ സ്നേഹത്തിന് ഒരു അടയാളം നൽകിയെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ഈ ഭൂമിയിലെ എല്ലാ സ്നേഹങ്ങൾക്കും എന്തുമാത്രം അടയാളങ്ങളാൽ മുദ്രിതമാകുന്നുണ്ട്. ക്രിസ്തുമസ്, അതിലേക്കാണ് നമ്മൾ പതിയെ ഓരോ ദിനത്തിലെയും പ്രാർത്ഥന കൊണ്ടും നോമ്പാചരണം കൊണ്ടും അടുക്കുവാനായിട്ടും എത്തിച്ചേരാനായിട്ടും ആഗ്രഹിക്കുന്നതും മുന്നേറുന്നതും. ക്രിസ്തുമസ് ദൈവം മനുഷ്യന് നൽകിയ ശ്രേഷ്ഠമായ ഒരു അടയാളമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ അടയാളമാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ? സ്നേഹം തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. പ്രകടിപ്പിക്കാത്ത സ്നേഹങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയപ്പെടാതെ പോയേക്കാം. സ്നേഹം പ്രകടിപ്പിക്കുന്നത് തന്നെ വലിയ കുറച്ചിലാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടില്ലേ? ഒരമ്മ പറയുകയാണ്, എൻ്റെ ഭർത്താവ് മോനെ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ഞാനും അറിഞ്ഞിരുന്നില്ല. പിതാവുമായി കലഹിച്ച് അവൻ ദൂരദേശത്തേക്ക് യാത്രയായ അന്നു മുതൽ എത്ര നാള് അയാൾ ആ മകനെ ഓർത്ത് ഉണ്ണാതെയും ഉറങ്ങാതെയും കഴിഞ്ഞു. ഇത്രയധികം സ്നേഹം പരിക്കനെന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ അപ്പൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഏത് അറയിലാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത്? അപ്പൻ ഇത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് ആ മകനും അറിഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കിടയിലെ ഈ ബന്ധത്തിന് ഇത്രത്തോളം അകൽച്ചയുണ്ടാവുമായിരുന്നു അന്നും പിന്നീടും. നമ്മൾ മനുഷ്യർ സ്നേഹങ്ങളെയൊക്കെ വല്ലാതെ അടക്കിപ്പിടിച്ചിരിക്കുന്നവരാണ്. സ്നേഹം മറച്ചു പിടിക്കുന്നതും സ്നേഹം നിരസിക്കുന്നത് പോലെ തന്നെ കടുത്ത അപരാധമല്ലേ? അപ്പോൾ കുറച്ചുകൂടി സ്നേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ട്, അത് നാടകീയമല്ലാത്ത ആത്മാർത്ഥതയിൽ നിന്ന് ആരംഭിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്, ചില കർമ്മങ്ങളുണ്ട്, പ്രവൃത്തികളുണ്ട്. ലജ്ജയില്ലാതെ തൻ്റെ സ്നേഹത്തെ തൻ്റെ വാക്കുകളിലൂടെ പ്രതിഫലിപ്പിച്ച വ്യക്തിയല്ലേ യേശു? പതിയെ ക്രിസ്തുമസിൻ്റെ നല്ലൊരു അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഒരുങ്ങുന്ന ഓരോരുത്തരും ആ സ്നേഹത്തെ എങ്ങനെയാണ് ക്രിസ്തു വ്യാപരിപ്പിച്ചതും കൈമാറിയതെന്നും ഒന്ന് സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതല്ലേ? യേശുവിൻ്റെ മനോഹരമായൊരു വചനമുണ്ട്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പം സ്നേഹത്തെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകളൊക്കെ സത്യമായിരുന്നു എന്ന് തെളിയിക്കുവാൻ ജീവിതം കൊണ്ടൊടുവിൽ ഒരു ബലി പോലും സ്വീകരിക്കേണ്ടി വരുന്നു, പരിഭവങ്ങളൊന്നും കൂടാതെ. ഒപ്പം കൊണ്ടു നടന്ന സ്നേഹിതരുടെ പാദത്തോളം താഴ്ന്ന് ഇടറിപ്പോയ സുഹൃത്തുക്കൾക്ക്, ചങ്ങാതിമാർക്ക് പൊറുതി നൽകുന്നു. അവസാനത്തെ അത്താഴവും അവരോട് ഒരുമിച്ചുണ്ട് മരണത്തിൻ്റെ ഇടനാഴികയിലേക്ക് തനിയെ യേശു നടന്നു പോകുമ്പോൾ തൻ്റെ വാക്കുകൾക്ക് യേശു പ്രവൃത്തികൾ കൊണ്ട് എന്തോ മനോഹാരിത നൽകി, ആധികാരികത നൽകി. മനുഷ്യരുടെ സ്നേഹവും പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് അത് തെളിയിക്കപ്പെടേണ്ടി വരുമ്പോൾ ആണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ, അതിലേക്ക് അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹങ്ങളെ ഒന്ന് പരിശോധിക്കുവാനും
നിർമ്മലമാക്കുവാനും അത് കൃത്യമായി കൈകാര്യം ചെയ്യാനും കൈമാറ്റം നടത്തുവാനുമായിട്ട് പ്രാർത്ഥനയോടുകൂടി ഒരുങ്ങാം. ആമേൻ.